ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ വർഷത്തിൻ്റെ ആദ്യ സമയം തന്നെ ദൈവസന്നിധി കടന്നു വരുവാൻ, ഹല്ലേലൂയ, വചനമായിരിക്കാൻ കർത്താവ് ഒരുക്കിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവനും കർത്താവ് അതിശയമായിട്ട് അത്ഭുതകരമായിട്ട് നമ്മളെ വഴി നടത്തി ഈ ഒരു പുതുവർഷം കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം ഒരുക്കി തന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്ന എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു. വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം, ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ 15-ാം അധ്യായം 57-58 വാക്യം ഇങ്ങനെ കാണുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. ഹല്ലേലൂയ. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അവരെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രതിസന്ധികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വിടിവിച്ച് ജയത്തോട് നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനാണ് അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ കൊരിന്ത്യ സഭയെ ഓർപ്പിക്കുന്നത്. അതുപോലെ നമ്മളെയും അതാണ് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്തോത്രം ചെയ്യുന്നവരായിരിക്കാൻ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ പ്രിയമുള്ളവരെ, 2025 പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും ഭാരത്തിൻ്റെയും ഹല്ലേലൂയ എല്ലാ മേഖലയിൽ കൂടി കടന്നുപോയ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? എന്നാൽ അവിടെ നിന്നൊക്കെ നമ്മളെ കർത്താവ് കൈപിടിച്ച് നടത്തി പരിപാലിച്ച ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. നമുക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയണം, നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം, ദൈവത്തെ ആരാധിക്കുവാൻ കഴിയണം, ദൈവസന്നിധി മുന്നേറുവാൻ കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ ആകയാൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, ദൈവത്തിന് സ്തോത്രം, നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങിപ്പോകരുതെന്ന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ 2026 ഒരുപക്ഷെ നല്ല ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ജീവിതത്തിന് നേരെ പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രതികൂലങ്ങൾ കടന്നു വരാം. അതുകൊണ്ട് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ കുലുങ്ങാത്തവരായിരിക്കണം, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, ധൈര്യത്തോട് ദൈവസന്നിധി നിൽക്കണം. എൻ്റെ ജീവിതത്തിൽ എന്ത് കടന്നു വന്നാലും അതിനെ നേരിടുവാനുള്ള ഒരു ധൈര്യം, ഹല്ലേലൂയ, അതാ പ്രൈസ് ലോർഡ്. ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം. പ്രശ്നങ്ങളുടെ മുമ്പിൽ ധൈര്യത്തോട് ദൈവസന്നിധി ധീരതയോട് നിൽക്കുവാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. 2026 ഒരു പക്ഷേ നമുക്ക് സുഖകരമായ ഒരു വർഷമായിരിക്കത്തില്ല. നമുക്കറിയാം, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഹല്ലേലൂയ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾ. ദൈവസന്നിധി നമ്മളായിരിക്കുന്ന ഇടത്ത് ഉറപ്പുള്ളവരായി, കുലുങ്ങാത്തവരായി, ദൈവസന്നിധി ധീരതയോട് പ്രാർത്ഥിക്കുന്നവരായി നിൽക്കുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ മുന്നേറണം, ആരാധനയിൽ മുന്നേറണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കും. മറ്റുള്ളവരെ നേടുന്നതിൽ, മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതിൽ, അനേകരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിൽ നമ്മൾ തീഷ്ണതയുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനി കാലമധികമില്ല. ഹല്ലേലൂയ. കാലഘട്ടത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം ഒരു അവസാന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം, നമ്മൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. പ്രാർത്ഥനയിൽ വർധനമുണ്ടാകണം, ആരാധനയിൽ വർധനമുണ്ടാകണം. ക്ഷീണിച്ചു പോകരുത്. ക്ഷീണിച്ച അവസ്ഥയിൽ നിന്ന് വിടുതൽ ഈ ദൈവസന്നിധി മുന്നേറുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരു വലിയ തീഷ്ണതയോട് ദൈവസന്നിധി മുന്നേറണം. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇവിടെ ഇപ്പം നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യണം, സ്തുതിക്കണം, ആരാധിക്കണം. പ്രിയമുള്ളവരെ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന, ഇത്രത്തോളം എന്നെ നടത്തിയ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു വാക്യമുണ്ട്. ദൈവത്തിന് 1-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച്. അപ്പം എല്ലാറ്റിലും ഫലം കായ്ക്കണം, സൽപ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. സകല സൽപ്രവൃത്തിയിലും ഒരു കാര്യത്തിൽ മാത്രമല്ല, ഫലം കായ്ക്കണമെന്ന് ഈ വർഷം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും സകല സൽപ്രവൃത്തി
സൽപ്രവൃത്തിയിൽ ഞാൻ ഫലം കായ്ച്ച്. എന്നിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ കർത്താവിൽ ദൈവത്തിന് സ്തോത്രം നടന്ന്, ദൈവത്തിന് സ്തോത്രം യോഗ്യമ, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിന് ആയി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണമെന്ന്. ഈ ഒരു വർഷം കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം കർത്താവിന് യോഗ്യമാവണ്ണം നമുക്ക് നടക്കുവാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവെ, നിൻ്റെ ഇഷ്ടമില്ലാതെ എനിക്ക് ഒരു വഴിയിൽ കൂടി തിരിഞ്ഞ് നടക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടവരരുതെന്ന് ദൈവസ്ഥനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവിന് യോഗ്യമായ വണ്ണം പൂർണ്ണ പ്രസാദത്തിനായി യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായി സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് അപ്പോൾ ആത്മീയമായി നമ്മൾ മുന്നേറണമെന്ന്. എന്താ? ജ്ഞാനമുള്ളവരായിരിക്കണം, വിവേകമുള്ളവരായിരിക്കണം, കർത്താവിൻ്റെ ഇഷ്ടത്തിന് പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. കർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ എന്താ, അതിൽ വളർച്ച ഉണ്ടായിരിക്കണമെന്ന്. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, സൽപ്രവൃത്തിയിൽ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യത്തിൽ മാത്രമല്ല, സകല സൽപ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. ഈ 2025 എനിക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കണം. ഈ 2026 ചില നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിയണം. സൽപ്രവൃത്തി ചെയ്യുവാൻ കഴിയണം. മറ്റുള്ളവരെ സഹായിപ്പാൻ കഴിയണം. സഭയിലൊന്നും കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ദൈവദാസന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുവാൻ കഴിയണം. ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിപ്പാൻ എനിക്ക് കഴിയണമെന്ന് എത്ര പേർക്ക് തീരുമാനമെടുത്ത് മുന്നേറുവാൻ കഴിയും? ദൈവത്തിന് എന്നിട്ട് പറയുകയാണ്, സകല സഹിഷ്ണുതയ്ക്കും എന്നിട്ട് അതിൻ്റെ പരിജ്ഞാനത്തിലും വളരണമെന്നും സകല സഹിഷ്ണുതയിലും ദീർഘക്ഷമയുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനോത്തോണം പൂർണ്ണ ശക്തിയോട് ബലപ്പെടണം. പൂർണ്ണ ശക്തിയോട് ദൈവസന്നിധി ബലപ്പെട്ട് മുന്നേറുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. അതാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഫലം കായ്ച്ച് സൽപ്രവൃത്തിയിൽ ഫലം കായ്ക്കണമെന്ന്. ഫലം കായ്ക്കണം. അനേക ഫലങ്ങളെക്കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഫലം കായ്ക്കുന്നവരായിരിക്കണം. നമ്മളിൽ നിന്ന് ചില നല്ല ഫലങ്ങൾ ഉളവാക്കുന്നവരായിരിക്കണം. ആത്മീയ ഫലങ്ങൾ നമ്മളിൽ നിന്ന് ഉളവാകണം. ആത്മാവിൻ്റെ ഫലം നമ്മളിൽ നിന്ന് കായ്ക്കുന്നവരെ, സ്നേഹം, സന്തോഷം, സമാധാനം, ഇങ്ങനെയുള്ള ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നവരായിരിക്കണമെന്ന് ഗലാത്യ ലേഖനം അതാ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഈ വർഷം പുതുവർഷം പുതിയ തീരുമാനമെടുത്താട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, സൽപ്രവൃത്തി ഫലം കായ്ച്ചു മുന്നേറുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പുതുവർഷത്തിൽ പുതിയ തീരുമാനമെടുത്തിട്ടോ ദൈവസന്നിധിയിൽ മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വർധനമുണ്ടായിരിക്കട്ടെ. എല്ലാ തലങ്ങളിലും ദൈവസന്നിധിയിൽ നമ്മൾ വർധനമുള്ളവരായി തീരട്ടെ. ദൈവസന്നിധിയിൽ വർധനമുള്ളവരായി മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. അതിനായിട്ട് നമ്മളെ ഈ ദിവസങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, അതിനായിട്ട് നമ്മളെ ഒന്ന് സമർപ്പിച്ചാട്ട് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം പറയുവാൻ കഴിയട്ടെ. എന്നെ നടത്തിയ ദൈവം, എന്നെ പരിപാലിച്ച ദൈവം, ആവർത്തങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് വിടിവെച്ച് എൻ്റെ ദൈവത്തിനെ ഞാൻ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിന് നമ്മെ തന്നെ ദൈവത്തിനെ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ഇന്ന് രാവിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് നൽകി തന്നോർത്ത് സ്തോത്രം. നിൻ്റെ സന്നിധി സമർപ്പിക്കുന്ന ഈ ദിവസങ്ങളിൽ ശക്തരായി തീരുവാൻ, ദൈവസന്നിധി വളരുവാൻ, ദൈവസന്നിധി ചിലത് പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കണം. എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.